ഇത് സഹീഹായിട്ടുള്ള ഹദീസാണ്. ദിസ് ഈസ് ബീങ് വൈഡ്ലി പ്രാക്ടീസ്ഡ്, നോ ഡൗട്ട് അറ്റ് ഓൾ. രണ്ട് ഹദീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് നോക്കുക. ആദ്യം നോക്കുക, നരേറ്റഡ് ബൈ അനസ്, അല്ലാഹ് അപ്പോസ്റ്റൽ സെഡ്, ഹെൽപ് യുവർ ബ്രദർ വെദർ ഹി ഈസ് ആൻ ഒപ്രസർ ഓർ ഹി ഈസ് ആൻ ഒപ്രസ്ഡ് വൺ. നിന്റെ ബ്രദർ, അതായത് മറ്റൊരു മുസ്ലിമിനെ സംരക്ഷിക്കുക. അവൻ ഒപ്രസ്ഡ് ആണ്. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അവനെതിരെ അടിച്ചമർത്തലുണ്ടെങ്കിലും അവനാണ് അടിച്ചമർത്തുന്നതെങ്കിലും അവന്റെ കൂടെ നിൽക്കുക. തീർന്നില്ല. എല്ലാം വളരെ സാഫായിട്ട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ഫേസ്ബുക്കിലൊക്കെ എന്താ അട്രോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് എന്താണെന്ന്. ഇതാണ് കാര്യം. അവൻ ഒപ്രസർ ആയിക്കോട്ടെ, അവൻ ഒപ്രസർ ആയിക്കോട്ടെ, ഇത് ഭരണകൂടം ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, ശിക്ഷിക്കുന്നവനായിക്കോട്ടെ, അവന്റെ കൂടെ നിൽക്കുക. എന്തു പച്ചക്കള്ളമാണ് ഇദ്ദേഹം. ഒരു പ്രവാചക വചനത്തിന്റെ 90% ഭാഗങ്ങളും മറച്ചുവെച്ച് ആദ്യത്തെ 2 വാക്ക് മാത്രം എടുത്ത് മുസ്ലിങ്ങൾക്കെതിരെയും പ്രവാചകനെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ഇദ്ദേഹം തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ പ്രവാചക വചനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ ആക്രമിക്കപ്പെട്ടവനായാലും സഹായിക്കൂ എന്ന് പറഞ്ഞ ഉടനെ അപ്പുറമുണ്ട്. അദ്ദേഹം തന്നെ കൊണ്ട് ഒരാൾ ചോദിച്ചു, എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഹൗ ഷുഡ് വി ഹെൽപ്പ് ഹിം ഇഫ് ഈസ് ആൻ ഒപ്രസർ? അവൻ അടിച്ചമർത്തുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ അക്രമിയാണെങ്കിൽ, മർദ്ദകനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അവനെ സഹായിക്കുക? ദ പ്രൊഫറ്റ് സെഡ്, പ്രവാചകൻ പറഞ്ഞു, ബൈ പ്രിവെന്റിംഗ് ഹിം ഫ്രം ഒപ്രസിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിൽ നിന്നും, ആക്രമിക്കുന്നതിൽ നിന്നും, മർദ്ദിക്കുന്നതിൽ നിന്നും നിങ്ങൾ മർദ്ദകനെ തടയണം. ഇത് അദ്ദേഹം വായിച്ചില്ല. കാരണം ഇത് വായിച്ച അദ്ദേഹത്തിന് വിമർശിക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഇനി ഈ ഹദീസ് സഹീൽ ബുഖാരിയാണ് ഉദ്ധരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉദ്ധരിച്ച അതേ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് ബിൻ മാലിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കുക. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അൻസുർഹു ഇദാ കാന മദ്ലൂമൻ, ഞാൻ അവനെ സഹായിക്കുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ സഹായിക്കാം. അവൻ മർദ്ദിക്കപ്പെട്ടവനാണെങ്കിൽ, അഫറൈത ഇദാ കാന വാലിമൻ കൈഫ അൻസുർഹു, അവൻ അക്രമിയാണെങ്കിൽ, അടിച്ചമർത്തുന്നവനാണെങ്കിൽ, മർദ്ദകനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ സഹായിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ജുസുഹു ഔ തംനഹു മിനൽ ളുൽമി ഫഇന്ന ദാലിക നസ്റു, നിങ്ങൾ അവനെ പിടിച്ചു വെക്കണം, തടയണം അക്രമത്തിൽ നിന്ന്, അതാണ് അവനെ സഹായിക്കുക. ഇത് അദ്ദേഹം മറച്ചുവെച്ചു. ഇത് മറച്ചുവെച്ച മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഒരു ഹദീസിന്റെ, ഒരു പ്രവാചക വചനത്തിന്റെ ആദ്യത്തെ 2 വാക്കെടുത്ത് ബാക്കി മുഴുവൻ ഇദ്ദേഹം മറച്ചുവെച്ചു, വിട്ടുകളഞ്ഞു. സ്ക്രീനിൽ അത് കാണിച്ചു, പക്ഷെ പറഞ്ഞില്ല. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ രോഷം കൊള്ളുന്നത്?